നടിയെ ആക്രമിച്ച കേസിൽ വിധിവിവരങ്ങൾ ഊമക്കത്തായി പ്രചരിച്ച സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൌലോസ്. വിധിയുടെ വിശദാംശങ്ങൾ ചോർന്നതിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. വിശദാംശങ്ങൾ ചോർന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പ്രതികരിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായത്തിലെ സുപ്രധാന വിവരങ്ങൾ വിധി പ്രസ്താവനത്തിന് മുൻപ് തന്നെ ചോർന്നെന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബൈജു പൌലോസിന്റെ കത്ത്. ഇക്കാര്യം ഉന്നയിച്ച് ഇന്നലെയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് ബൈജു പൌലോസ് കത്ത് നൽകിയത്. വിധിയിലെ വിവരങ്ങൾ പുറത്തുവന്നത് എങ്ങനെയെന്ന് കണ്ടെത്തണമെന്നാണ് കത്തിലെ ആവശ്യം. വിധി വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഊമക്കത്ത് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റിന് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തും നൽകിയിരുന്നു. ഊമക്കത്തിന്റെ പകർപ്പടക്കമാണ് അസോസിയേഷൻ പ്രസിഡന്റ് പരാതി നൽകിയത്. ഈ മാസം 4-നാണ് തനിക്ക് ഊമക്കത്ത് ലഭിച്ചതെന്നും വിധി വന്നപ്പോൾ ഞെട്ടിയെന്നും ജസ്റ്റിസ് കമാൽ പാഷ. ആ ജഡ്ജ്മെന്റ് വന്നപ്പോഴാണ് ഞാൻ അത് ഞെട്ടിപ്പോയത്. കാരണം കറക്റ്റായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറിയിൽ ഉള്ള ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ഒന്നാം പ്രതി പൾസർ സുനിയടക്കം 6 പേരെ കുറ്റക്കാരായി പ്രസ്താവിച്ച വിധിയുടെ ഉള്ളടക്കമാണ് വിധി പ്രഖ്യാപിക്കും മുൻപ് ഊമക്കത്തായി ലഭിച്ചത്. കേസിൽ 7-ാം പ്രതി ചാർലി തോമസ്, 8-ാം പ്രതി ദിലീപ്, 9-ാം പ്രതി സനിൽകുമാർ എന്നിവരെ ഒഴിവാക്കുമെന്നും ഊമക്കത്തിൽ പരാമർശിച്ചതായാണ് വിവരം. ഹൈക്കോടതി വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുമോ എന്ന ആകാംക്ഷയ്ക്കിടെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിനും വഴിയൊരുങ്ങുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.